ആര് കേൾക്കാനാണ് പേളി? ആരെ ബോധിപ്പിക്കാനാണ് പേളി? കൃത്യമായി പറഞ്ഞില്ലേ, കാവി നിറമാണ് എന്റെ ഇഷ്ട നിറം, നിങ്ങൾ കൃത്യമായി സേഫായി വീട്ടിലേക്ക് മടങ്ങൂ എന്ന് ലോകം ശ്രദ്ധിച്ച ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ വലിയ വിപ്ലവകരമായ ഒരു സമരത്തിനെതിരെ നിങ്ങൾ പറഞ്ഞിട്ട് വന്നിരുന്ന ഒരു ഉളുപ്പുമില്ലാതെ, നിങ്ങൾ ഷോയ്ക്ക് വരുന്നത് പോലെ മേക്കപ്പ് ഇടാത്തത് കൊണ്ടോ, നിങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി എന്നുള്ള സ്ഥിരം പല്ലവി മലയാളികളെ കൊണ്ട് തോന്നിപ്പിക്കാൻ വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയറോട് കൂടി, ഒരു ഫേസോട് കൂടി നിങ്ങൾ വന്നിരുന്ന് എണ്ണി പറഞ്ഞാൽ പോകുന്ന ഫോളോവേഴ്സ് തിരിച്ചു വരും. ഞങ്ങളുടെ പേളി ചേച്ചിക്ക്, പേളി മാണിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് കരുതി വരുമെന്ന് നിങ്ങൾ കരുതിയോ? നിങ്ങൾക്കറിയോ, പ്രേക്ഷകർ നിങ്ങളെ ഹോൾഡ് ചെയ്യുമ്പോ തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടിയെ, തൊട്ടടുത്ത വീട്ടിലെ ഒരു കുട്ടിയെ പോലെ നിങ്ങളെ കൺസീവ് ചെയ്തിരുന്നു മലയാളികൾ. നിങ്ങളുടെ കുട്ടിത്വവും കുസൃതിയും ഒക്കെ അങ്ങനെയാണ് കണ്ടത്. പക്ഷേ ഈ രാജ്യം ശ്രദ്ധിച്ചപ്പോ, ഈ രാജ്യത്തിന്റെ മുമ്പിൽ മലയാളികളെ ചീത്ത പേര് കേൾപ്പിക്കാനായി നിങ്ങളിട്ട പോസ്റ്റ് ഒരു വർഷമല്ല, നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾ ഇനി ന്യായീകരണവുമായി കറക്ഷനുമായി വന്നാലും മലയാളി മറക്കില്ല. അതാണ് മലയാളിയുടെ ഒരു ഗുണം. മലയാളി എഴുതി തള്ളിയാൽ പിന്നെ തിരിച്ചെടുക്കാൻ വലിയ പാടാണ്. നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളുടെ കൂടി ഒരു കൺസീവ്നെസ് നേടിയെടുക്കാനാണ് പേളിമാണി വന്നിരുന്നിട്ട് ന്യായീകരണം നടത്തുന്നത് എന്നുള്ളതാണ്. കാവി പ്രസ്ഥാനക്കാർക്ക് പേളിമാണി എന്താണെന്ന് കൃത്യമായി ഒരു സംശയം അതിനകത്തില്ല. BJP-യോട് എതിരുള്ളവർക്കും BJP-യുടെ സംഘീയ രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ലാത്തവർക്കും ഹിന്ദുത്വവാദം എന്ന് പറയുന്ന വർഗീയ ചിന്താഗതി ഈ മതേതര മണ്ണിൽ അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രീയത്തെ എതിർക്കുന്നവർക്കും പേളി എന്താണെന്ന് മനസ്സിലായി. എന്നിട്ട് അവരെ കൂടി കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാണ് പേളിമാണി വന്നിരുന്നിട്ട് 21 മിനിറ്റുള്ള ഒരു വീഡിയോ ചെയ്തത്. പേളിമാണി ഒരൊറ്റ കമന്റ് നിങ്ങൾ പറഞ്ഞിട്ട ഒരു കമന്റെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? 1 മില്യൺ കഴിഞ്ഞ് കടന്നുപോയ ആ വീഡിയോയുടെ വ്യൂവേഴ്സിൽ ഒരാളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി കമന്റ് ഇട്ടത് ഇല്ല, ഒരാൾ പോലുമില്ല. അതാണ് മലയാളി. ഇനി നിങ്ങളെ പടിക്ക് പുറത്തു നിർത്തുമെന്നുള്ള കൃത്യമായ ബോധ്യം ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. കാരണം ഈ നാട്ടിലെ കാവ്യ രാഷ്ട്രീയത്തിനോട് നിങ്ങൾ സന്ധി ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തുമാത്രം വലിയ പ്രഷർ ഉണ്ടെങ്കിലും, എന്തുമാത്രം വലിയ ട്രിഗർ നിങ്ങളിലേക്ക് കിട്ടിയെങ്കിലും, നിങ്ങളെയാക്കിയവരെ തള്ളിപ്പറയാൻ പാടില്ലായിരുന്നു. ഈ നാടിന്റെ തെരുവിൽ കുട്ടികൾ അലഞ്ഞു തിരിഞ്ഞു നടന്ന് അവരുടെ മുകളിൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമാനതകളില്ലാത്ത യുദ്ധമുറകൾ പ്രകടിപ്പിക്കുന്ന ദില്ലി പോലീസിനെ, കേന്ദ്രസേനയെ എല്ലാം നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ ഒരൊറ്റ പോസ്റ്റ് നിങ്ങൾ എല്ലാം കടന്നു കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. പേളി പടിക്ക് പുറത്തു തന്നെയാണ്. മലയാളി വീട്ടമ്മമാരുടെ, മലയാളികളുടെ കുടുംബ സദസ്സുകളുടെ സ്വീകരണ മുറിയിൽ നിന്ന് പേളിമാണി ഔട്ടായിരിക്കുന്നു. എത്ര ശ്രമിച്ചാലും പേളി സമ്മതിക്കത്തില്ല. ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും പേളിക്കെതിരെ.